ഒരു കട്ടൻ ചായയും കയ്യിൽ പിടിച്ച് കാടൊക്കെ ഇങ്ങനെ കണ്ട് മഴ ആസ്വദിക്കുക. കുറച്ച് ദിവസമായിട്ടോ ഈ ഒരു വൈബ് പിടിച്ചിട്ട് എന്നാൽ പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെയാവാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ശ്രീകുട്ടൻ്റെ സ്കൂളിൽ നിന്ന് ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അത് കാരണം വലിയ കാര്യമായിട്ടുള്ള ഫുഡൊന്നും കൊണ്ടുപോകാണ്ട് അവൻ ഉച്ചയാകുമ്പോൾ തിരിച്ചു വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ സ്പെഷ്യലായിട്ട് വേണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് റൈസ് അവന് ഇഷ്ടമുള്ള രീതിയിലൊന്ന് തയ്യാറാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഒരു ബിരിയാണിയൊക്കെ പോലെ. അവന് ഈ പൊന്നിയരിയിൽ, അതായത് നമ്മുടെ ഈ ബിരിയാണി റൈസിൽ എന്തുണ്ടാക്കി കൊടുത്താലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സാധാരണ ചോറിനേക്കാളും ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് നെയ്യൊക്കെ പിന്നെ കുറച്ച് നമ്മുടെ പൈനാപ്പിൾ എസൻസൊക്കെ ഒഴിച്ച് അരി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരൊറ്റ വിസിലേ വേണ്ടു കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും നമ്മുടെ ബോൺലെസ് ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് വറുത്തെടുക്കാം. കുറച്ച് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കുകയും ചെയ്യാം. അതിനൊരു 2-3 പീസ് എടുത്ത് മിക്സിയിലൊന്ന് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ചോറിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ റൈസൊക്കെ ആയിട്ട് കിട്ടും ചെയ്യും. ഒരു എഗ്ഗൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി റൈസ് എന്നുള്ള രീതിയിലാക്കി എടുക്കുകയും ചെയ്യാമെന്നായിരുന്നു പ്ലാൻ കേട്ടോ. പിന്നെ കുറച്ച് കാടമുട്ട നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു വിസിലുകൊണ്ട് തന്നെ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. വെള്ളം ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഈ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്ക് എൻ്റെ കയ്യിൽ ശരിയാവാറില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അളവിലൊക്കെയാണ് ഇത്തിരി വെള്ളം കൂട്ടിയും കുറച്ചൊക്കെ ഒഴിക്കാറ്. നമുക്ക് ആ അരിയുടെ വേവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഇപ്പോഴും പറയാറുള്ള പോലെ തന്നെ അടുക്കള പണി എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് മേക്ക് ദ മാൻ പെർഫെക്റ്റ് മോഡാണ്. അപ്പോൾ നമുക്കിതൊന്ന് റൈസാക്കി എടുക്കാം കേട്ടോ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ നമ്മുടെ സവാളയും കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു ബിരിയാണിയുടെ മസാല ഉണ്ടല്ലോ, അതും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചതും അതുപോലെ തന്നെ ഈ ഒരു മുട്ട ഒരു 5-6 ഉണ്ടായിരുന്നു കേട്ടോ. മുട്ട അതും കൂടി അടിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു റൈസായിട്ട് കിട്ടും. ആക്ച്വലി ഇത് സ്കൂളിൽ കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് ശ്രീകുട്ടൻ്റെ സ്കൂളിലേക്ക് പറ്റില്ല, നോൺ വെജ് അലൗഡ് അല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള കറിയൊന്നും വേണ്ടാത്ത ഒരു റൈസാണ്. വൈകുന്നേരം മിക്കതും നമ്മുടെ ഡിന്നർ ചില ദിവസങ്ങളിൽ ഇപ്പോൾ ആവാറുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ആവാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ റൈസ് റെഡിയാവും. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്കൊന്ന് ജസ്റ്റ് ഓവൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ടിഫിൻ ബോക്സൊക്കെ കേടാവാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ഉപ്പും അതുപോലെ തന്നെ നല്ല മസാലയും നല്ല മണമൊക്കെ ഉള്ള ഒരു അടിപൊളി റൈസ്. അപ്പോൾ അതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ടപ്പോൾ പൂർണ്ണമായി ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കള പരിപാടി നമ്മളൊന്നും ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഒരു 2-3 ചിക്കൻ വറുത്തതും പിന്നെ നമ്മുടെ കാടമുട്ടയും പിന്നെ കുറച്ച് റൈസും കൂടി ആയപ്പോൾ നമ്മുടെ അടുക്കളപ്പണി ഇവിടെ ഇങ്ങനെ നമ്മൾ നിർത്തുകയാണ്. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴെപ്പോഴും നമ്മൾ അടുക്കളയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കില്ലേ. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭാഗ്യനോട് വെച്ചപ്പോൾ ഭാഗ്യം പറഞ്ഞു, മോൻ ഇങ്ങോട്ട് കയറി പോരേ എന്ന് പറഞ്ഞു. അതൊക്കെ പറയലല്ല, ആൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രീകുട്ടനെ വഴിയിൽ നിന്ന് പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അവന് വരാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1-2 മണിക്കൂർ വീണ്ടും വേസ്റ്റ് ആകും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ ചെറിയൊരു പാത്രത്തിലാക്കി അവനുള്ളത് വണ്ടിയിലും കരുതി വെച്ച് നമ്മൾ പോകാൻ നിന്നപ്പോഴാണ് ഗംഭീര മഴ വരുന്നത്. പിന്നെ മഴ മാറട്ടെ എന്ന് വിചാരിച്ച് കുറച്ചു നേരം നിന്നപ്പോഴേക്കും എനിക്ക് തോന്നി പുതിയൊരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നേ, അത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ മുടി ഇങ്ങനെ കെട്ടി വെക്കുന്നതാണോ അഴിച്ചിടുന്നതാണോ ഭംഗിയെന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും നിങ്ങളുടെ കമൻസ് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ ആൾക്കാർ പറഞ്ഞു ശ്രീ മുടി വെട്ടിയത് കണ്ടിട്ട് ഞങ്ങൾ മുടി വെട്ടിയത്. അത് കേട്ടപ്പോഴേക്കും അതിനേക്കാളേറെ സന്തോഷമായി. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നാളായിട്ട് കാട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ വീട്ടിൽ അടിച്ചു വരാൻ ഒട്ടും സ്ഥലമില്ലാത്ത കാരണം കൊണ്ടേ തുടയ്ക്കാനൊന്നും കുറച്ച് നാളായി ഞാൻ ഇത് പറഞ്ഞ് മേടിക്കണം എന്ന് വിചാരിക്കണം. ആക്ച്വലി ശാന്തമ്മയ്ക്ക് ഇത് വലിയ ഉപകാരപ്രദമാവില്ല എന്നുണ്ടെങ്കിലും എനിക്കിത് ഉപകാരപ്രദമാവും കേട്ടോ. ഇത് നമ്മുടെ ഒരു മോപ്പിംഗ് സ്റ്റിക്കാണ്. ഇത് മോപ്പ് ചെയ്യാനും പറ്റും, അതോടൊപ്പം തന്നെ നമുക്ക് സ്വീപ്പ് ചെയ്യാൻ അടിച്ചു വരാനും പറ്റും, തുടയ്ക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൺബോക്സിംഗ് എന്ന് പറയുന്നത്. അതായത് 2 ഉണ്ടായിരുന്നു തുടയ്ക്കുന്ന ആ ഒരു പാഡും പിന്നെ ഇതുപോലത്തെ വലിയ സ്റ്റിക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന
രീതിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എന്താ പറയുക, എൻ്റെ അഭ്യാസം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കാതെ കളരിക്കാരിയാണെന്ന്. ആക്ച്വലി ഇത് മെറ്റലാണ് കേട്ടോ, എന്തോ കൈൻഡ് ഓഫ് മെറ്റലാണ്. അതുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഇത് 2 തന്നിട്ടുണ്ട് നമുക്ക് മോപ്പ് മാറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കുറേ സ്ഥലം നമുക്ക് അടിച്ചുവാരി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു 500 സംതിങ് രൂപയാണ്. നമ്മുടെ ആ ഒരു ഓഗസ്റ്റിലത്തെ സെയിൽ വന്നില്ലേ, ആ സമയത്ത് മേടിച്ചു വെച്ചതാ, ഇപ്പോഴാണ് തുറക്കണേന്ന് മാത്രം. ഞാൻ പറയുന്ന പോലെ തന്നെ എന്തും അൺബോക്സിങ് ചെയ്യുമ്പോഴേ നിങ്ങളെ കൂടെ കൂട്ടിയില്ലെങ്കിൽ എന്തൊരു സമാധാനക്കേടാ. അപ്പോൾ ഇത് തുടച്ചെടുക്കാനും അല്ലെങ്കിൽ ഒന്ന് വെള്ളമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തുടച്ചെടുക്കാനും അല്ലെങ്കിൽ ഒന്ന് പൊടിയൊക്കെ കളഞ്ഞ് നമ്മുടെ മുറ്റല്ല നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒന്ന് അടിക്കാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കിത് അതുപോലെ ഇങ്ങനെ തുറന്നെടുക്കാം, എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേത് മാറ്റിയിടുകയൊക്കെ ചെയ്യാം കേട്ടോ. അത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ഒരു സെറ്റപ്പ് അവർ തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും അഴുക്ക് വരുമല്ലോ, അപ്പോൾ നമുക്ക് കഴുകി എടുക്കണമല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് കുറച്ച് അടിച്ചുവാരലും തുടക്കലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്, കാരണം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം കൊണ്ടേ എല്ലാ സൈഡിലത്തെയും അഴുക്കുകൾ നമുക്ക് തുടച്ചെടുക്കാനൊക്കെ പറ്റും. ഇതുപോലെ ഒരു വെൽക്രോ വെച്ചിട്ടാണ് കേട്ടോ ഇതിനെ എങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് കാരണം കൊണ്ട് നമുക്കിത് എളുപ്പമുണ്ട് ഊരാനും ഇടാനും ഒക്കെ. അപ്പോൾ ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ മേടിച്ചോളൂ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിൻ്റെ ഉള്ളൊക്കെ അടിച്ചുവാരി തുടച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. കണ്ടാൽ നല്ല വീതിയുണ്ട്. അപ്പോൾ നമുക്ക് ചൂല് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നി ഇത് ഉപയോഗിക്കുമ്പോഴേ. പിന്നെ ഇതൊരു നാക്ക് വരണം കേട്ടോ, നമുക്കൊരു വഴക്കം വരണം എന്ന് പറയില്ലേ, എന്നാലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്ത് വേഗം കാര്യങ്ങൾ നീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അടിച്ചുവാരലും തുടക്കലും ഒക്കെ ചെയ്തപ്പോൾ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി അടക്കി പറക്കി ഒതുക്കാനൊന്നും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അടക്കലും പറക്കലും ഒക്കെ വൈകുന്നേരമാണ് ചെയ്യണേ. അങ്ങനെ ക്ലീനിങ് സെക്ഷൻ പൂർത്തിയാക്കിയപ്പോഴും മഴ മാറിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പതുക്കെ ശ്രീകുട്ടനെയും കൊണ്ടേ നമ്മുടെ ഷോപ്പിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ മണ്ണുത്തി ഷോപ്പിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മണ്ണുത്തി ഷോപ്പിൽ നമ്മൾ പോകൽ വളരെ കുറവാണ്. ഞാൻ എന്തോ അവിടെ കണ്ടു, അതാണ് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കേട്ടോ. പകുതിക്ക് വെച്ച് വണ്ടി നമ്മൾ മരൂട്ടിച്ചാലിൽ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് പിന്നെ നമ്മൾ കാറിലാണ് പോകേണ്ടത്. ശ്രീകുട്ടൻ്റെ റൈസ് നല്ല ഇഷ്ടമായിട്ടോ. നമ്മൾ പീച്ച് വഴിയേ പോണേ. ബീച്ച് വഴി യാത്ര ഭയങ്കര മനോഹരമാണ് കേട്ടോ. ഒരു അധികം വണ്ടികളും ഉണ്ടാവില്ല, നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയിലൂടെ ഇങ്ങനെ ആസ്വദിച്ച് പോകാം. ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയ അടിപൊളി ഏരിയയാണ് ബീച്ച് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് നമ്മുടെ പട്ടിക്കാടൊക്കെ വഴി ഡോൺ ബോസ്കോയുടെ മുമ്പിലുള്ള നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിന്റെ പേര് ഹരിത വെജിറ്റബിൾസ് എന്നാണ് കേട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട അപൂർവമായ ഒരു കാഴ്ച കായക്കൊലയാണ്. ഈ വഴിക്ക് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർ എത്തും. ഈ വഴിക്ക് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ മണ്ണുത്തിയിലേക്ക് എത്തും. ഇതാണ് ഡോൺ ബോസ്കോയുടെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യം കായക്കൊലയൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ചേട്ടന്മാരോട് ചോദിക്കായിരുന്നു, കുറേ ഉണ്ടല്ലോ അവിടാന്ന്. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ വിറ്റ് പോകുന്നതാണ് കേട്ടോ. കാരണം നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും ഉള്ള കാരണം കൊണ്ടേ പെട്ടെന്ന് തന്നെ വിറ്റഴിയും. പിന്നെ നമുക്കിവിടെ പലചരക്കിന്റെ സെക്ഷനും കൂടി ഉണ്ട്. പിന്നെ കായക്കൊലകളൊക്കെ ഇങ്ങനെ കിടക്കണപ്പോഴേ പഴുത്തൊക്കെ കിടക്കണപ്പോ എനിക്ക് ഓണം വന്നൊരു പ്രതീതിയായി. വേണ്ട ഭംഗി ഈ സിറ്റുവേഷൻ ഇതാ ഭംഗി. പൂരത്തിന് വരുമ്പോ നമുക്ക് അടിപൊളി ഷർട്ട് ഇട്ടിട്ട് പാട്ട് പാടാം. പ്രതിവേട്ടൻ ഉള്ളി ചേറ്റുന്നു. ഭാഗ്യം മെയിനായിട്ട് കണക്ക് എഴുതലും കാര്യങ്ങളും ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോണതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ പറക്കിയെടുത്തു കിട്ടാ. അങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്ന് നേരെ എത്തിയിരിക്കുന്നത് സനോജേട്ടൻ്റെ എം സൺസ് എന്ന് പറഞ്ഞിട്ട് പട്ടിക്കാടുള്ള ഒരു ഷോപ്പിക്കാണ് കേട്ടോ. ഈ വഴി ഞാനിങ്ങനെ പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കയറിയതാണ്. അപ്പോൾ ഞാൻ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര കൗതുകകരമായിട്ട് തോന്നിയ 1-2 പ്രൊഡക്റ്റ്, കൗതുകമല്ല ഓൺലൈനിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നതാണെന്നുണ്ടെങ്കിലും നമ്മളിവിടുത്തെ ഷോപ്പുകളിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത് കണ്ട, ഇത് നമ്മൾ ബ്രസ്റ്റിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിലിക്കോൺ പാഡുകളാണ്. ഇത് നമ്മൾ വെക്കുന്നു, ഇതിന് മുകളിൽ ബ്രാഡുന്നു. പക്ഷേ ഇതിനേക്കാളും അടിപൊളിയായിട്ട് ഇത് നമ്മൾ പിന്നെയും കണ്ടിട്ടുണ്ടാവും. ഇതിനേക്കാളും കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഇതാണ്. ഇതെന്താ സംഭവം എന്ന് അറിയും? ഇതിങ്ങനെ കാണുമ്പോൾ സാധാരണ ഒരു പാൻറ്റിയാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വേണ്ട ഇതിങ്ങനെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് ശരിക്കും എനിക്ക് ഭയങ്കര കൗതുകകരമായി തോന്നി ഈ 2 പ്രൊഡക്റ്റ്. ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, നമുക്കിവിടെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. വേണ്ട, ഇത് നമ്മുടെ ഷേപ്പ് വേസ് ആണ്. ഷേപ്പ് വേസ് എന്ന് പറയുമ്പോൾ ഇതിൽ ബാക്കും വരുന്നുണ്ട്, അതുപോലെ തന്നെ സൈഡും വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ തന്നെ വേറെ വേറെ പല വേരിയൻറ്റുകൾ വരുന്നുണ്ട്. ഒരു ട്രൗസേഴ്സ് മോഡൽ വരുന്നുണ്ട്, കണ്ടോ. ഇതിൻ്റെ തന്നെ ഒരു പാൻറ്റി മോഡലും വരുന്നുണ്ട്. ഇതാണ് ബാക്ക്, ഇതാണ് ഫ്രണ്ട്. പട്ടിക്കാടാണ് ഞാൻ ഷോപ്പുള്ളത്. ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് പോകുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര കൗതുകരമായി തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. ഇതേ കണ്ട ഷേപ്പ് വെയേഴ്സാണ് ഇരിക്കുന്നത് മുഴുവൻ കേട്ടോ. പല രീതിയിലുള്ള ഷേപ്പ് വെയേഴ്സ് ഉണ്ട്. ടമ്മി ടക്കർ എന്ന് പറയില്ലേ നമ്മൾ, അതാണ്. അതിൽ ഇതേ ഒരെണ്ണം ഇതാണ്. നമ്മളിങ്ങനെ ഒരു ഷിമ്മീസ് പോലെ ഇടില്ലേ വിത്ത് പാൻസ് ആയിട്ട് ഇടുന്നത്, ഇതിൻ്റെ സ്ട്രാപ്പാണ് കേട്ടോ. ഇത് ഒരെണ്ണം. പിന്നെ ഇതേ കണ്ടോ, ഇതുപോലെ തന്നെ പാൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതൊരെണ്ണം വിത്ത് ട്രൗസേഴ്സ് വരുന്നത്. ഇത് ജസ്റ്റ് നമ്മുടെ ടമ്മി മാത്രം ടക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഉള്ളിലേക്ക് ഇട്ടിട്ട് വയറിൻ്റെ ഭാഗം മാത്രം ടക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നത് മുഴുവൻ അതിൻ്റെ വെറൈറ്റികളാണ്, വേറെ വേറെ മോഡലുകൾ. പലർക്കും പല രീതിയിലായാലും കംഫർട്ടബിൾ ആവുക, അതൊക്കെ ഇവിടെ ഉണ്ട്. പാൻറ്റിയിൽ വരുന്ന ടമ്മി ടക്കേഴ്സ് നല്ല ടൈറ്റായിട്ടിരിക്കും. നമ്മുടെ ഈ പട്ട എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് നല്ല ടൈറ്റായിട്ട് വരുന്നത്. പല കളറുണ്ട്, പല സൈസിലും ഉണ്ട്. കോട്ടഡ് ആയിട്ട് നമുക്ക് ബ്രാലറ്റുകളായിട്ടോ അല്ലെങ്കിൽ ഇന്നേഴ്സായിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇതിപ്പോൾ ഇതിട്ടിട്ട് ഇതിൻ്റെ മുകളിലൊരു ഷ്രഗ് ഇട്ടുണ്ടെങ്കിൽ അടിപൊളി ടോപ്പായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെല്ലാതും ഞാൻ ഇഷ്ടപ്പെട്ടതൊക്കെ കയ്യിൽ വാരി വെച്ചതാണ് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതേ കണ്ടോ, ഇതൊക്കെ പാഡഡ് ആയിട്ടുള്ള ബ്രാലറ്റുകൾ പോലെ ഇരിക്കുന്നത്. ഇതൊക്കെ പാഡഡാണ്. നമുക്ക് സൈസ് അനുസരിച്ച് മാറി മാറി മേടിക്കാം കേട്ടോ. ഇതൊക്കെ കണ്ടോ, നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് വേണ്ട. ഇതിൻ്റെ വെറൈറ്റി കളറുകൾ ഒക്കെ ചെറുതായിട്ട് പാഡുള്ള മോഡലുകളാണ് കേട്ടോ. ഇതേ കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രണ്ടുള്ള ആൾക്കാരാണെങ്കിൽ, സൈസ് ഉള്ള ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും പറ്റിയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഇവിടെ എത്ര തൊട്ട് എത്ര വരെ കിട്ടുമെന്ന് പറഞ്ഞ ചേച്ചി? 28 സൈസ് മുതൽ 56 സൈസ് വരെയുള്ളവർക്കുള്ള കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ. അതും വ്യത്യസ്തമായ ബ്രാൻഡുകളുടെ. എനിക്ക് തോന്നുന്നു എത്ര ബ്രാൻഡ് ഉണ്ടെന്ന് പറഞ്ഞ ചേട്ടാ? 46 ബ്രാൻഡ് ഉണ്ടെന്നാ പറഞ്ഞ ചേട്ടൻ. വി കപ്പ് മുതൽ ഐ കപ്പ് വരെ. അതായത് നമ്മൾ 24 30A 30B 30D അങ്ങനെയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 34D ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അതിൻ്റെ വേരിയൻറ്റ് A മുതൽ I വരെ ഉണ്ടെന്ന് അല്ലേ? A മുതൽ I വരെ ഉണ്ടെന്ന്. പാൻറ്റീസിലും നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് വരുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ മെറ്റീരിയൽ. വേണ്ട, എൻ്റെ രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നോക്കി തൂങ്ങിയ കണ്ടാ, അടിപൊളിയാണ്. നമുക്ക് ബീച്ച് വെയറൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും നമ്മുടെ തലയിൽ കെട്ടണ നമ്മുടെ മറ്റേ മൈക്രോ ഫൈബറിൻ്റെ ആ ഒരു മെറ്റീരിയൽ വരുന്ന ഒരു തുണി. പിന്നെ എനിക്ക് കുറേ വെറൈറ്റി ആയിട്ട് തോന്നിയ സംഭവങ്ങൾ, ഇത് നമ്മുടെ പാഡ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, സ്വെറ്റിംഗ് പാഡ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ അമ്മമാർക്ക് മിൽക്ക് സെക്രീറ്റ് ചെയ്യും ചില സമയത്ത്. ഓവർ സെക്രീഷൻ വരുന്ന സമയത്ത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. നന്നായിട്ട് പാല് സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സ്മെല്ലൊക്കെ വരും, നനവൊക്കെ വരും. അപ്പം നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര്. ഇപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കില്ലേ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പിന്നെ ഇതിടില്ലേ, അങ്ങനത്തെ ഒരു സംഭവം, അതാണിത്. പിന്നെ ഞാൻ വെറൈറ്റി ആയിട്ട് കണ്ടത് നമ്മുടെ ഇവിടെ നമ്മൾ ബ്രാരെ സ്ട്രാപ്പ് നമുക്ക് ചിലപ്പോൾ ടൈറ്റായിട്ട് ഇടുമ്പോൾ ഇങ്ങനെ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ വരില്ലേ, അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. തടിപൊളിയല്ലേ? നോക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇടുക. കിട്ടുന്ന ടെക്നോളജിയാ. നെക്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിൽ ഇങ്ങനെ ഇതൊരു ഒരു ടൈപ്പ് ഓഫ് ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്കിങ്ങനെ ഫ്രണ്ടിൽ ഇതിൻ്റെ ഒരു പിക്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേണ്ട, ഇതിൽ എനിക്കൊന്ന് ചൂട് പിടിക്കുക എന്നുള്ള ഒരു സംഭവമാണ് വരുന്നത്. ഇതിപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ പിന്നെ വൈബ്രേറ്റ് ചെയ്ത് ഇവിടെ ബട്ടണും കാര്യങ്ങളും ഉള്ളത് കേട്ടോ. കണ്ടോ, ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള USB പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. C ടൈപ്പാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് വേർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന്. ഇവിടെ ഒരു സ്പോഞ്ച് പോലെ തരുന്നത്. എന്തോരം കണ്ടുപിടുത്തങ്ങളല്ലേ? നമ്മളുടെ കാലത്തൊന്നും ഇതൊന്നും ഉണ്ടായില്ലല്ലോ. വേദന എടുത്തും മനുഷ്യൻ അല്ലേ ചേച്ചിമാരെ? ഓൺലൈൻ സർവീസ് ഉള്ള കാരണം കൊണ്ട് ഓൺലൈനിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, കിട്ടും. ഇതുപോലത്തെ ഇമ്പോർട്ടഡ് ബ്രാഗുകളും ഒക്കെ ഉണ്ട്. ഇത് 5XL വരില്ലേ? ഇത്തിരി ബൾക്കി ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങളിപ്പോൾ തപ്പി നടന്നിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സ്മോൾ തൊട്ട് ഈ 5XL വരെയുള്ളത് ഇതുപോലത്തെ ഇമ്പോർട്ടഡ് ബ്രാഗുകളും ബാക്കിയുള്ള എല്ലാ സൈസിലുള്ളതൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബക്കിൻ്റെ ഒരു വലിപ്പം കണ്ടോ? എത്ര എണ്ണം? 5 എണ്ണം ഉണ്ട്, 5 എണ്ണം. പിന്നെ ഇത് നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് കയറ്റി ഇടാം കേട്ടോ. നമ്മുടെ ഫ്രണ്ടില് അത് നമുക്കറിയായിരിക്കും. ആക്ച്വലി ഇത് 1-2 എണ്ണം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ലോങ് ലാസ്റ്റിംഗ് ആണ്, ഭയങ്കര ലാസ്റ്റിംഗ് ആണ് ഈ ഒരു മെറ്റീരിയലും കാര്യങ്ങളും. സാധാരണ ഡെയിലി ഉപയോഗിക്കുന്നില്ലേ അത്. C മുതൽ I കപ്പ് വരെയുണ്ട് നമ്മളെല്ലാം. മുതൽ I കപ്പ് വരെയുള്ളത്.
വാനൂസേൻ്റെയും റിസയുടെയും ഒക്കെ ഉണ്ട്. അതേ കണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഇവിടെ പാഡ് വരുന്നതുണ്ട്, പാഡ് വരാത്തതുണ്ട്. സ്മോൾ സൈസുകൾ, സൈസ് വ്യത്യാസം ഉണ്ടാവില്ല ചേച്ചിയാ? സ്മോൾ തൊട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇത് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കിട്ടും. അവിടെ പോയിട്ട് വലിയ വിലയ്ക്ക് മേടിക്കണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചെയ്യുന്ന വലിയ പാൻറ്റുകൾ, അതിൻ്റെ ഇതും ഉണ്ടായിരുന്നു, ഒരു കറുപ്പും ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ കണ്ടതാണ്, ചേച്ചിമാർ മടക്കി വെച്ചു. നമുക്ക് മറ്റേ ചെയറുകൾ അത് കണ്ട, ഇവിടെ വലിയ സിബുണ്ട്. നമുക്കിതിങ്ങനെ അടച്ചാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പണിങ് വരുന്നു. പേഴ്സണൽ യൂസ് എന്ന് പറയുന്നതാണ്, അടിപൊളിയാണ്. നല്ല സോഫ്റ്റാ. ചേച്ചി ഭയങ്കര ശരി. ഇത് നമ്മുടെ കല്യാണത്തിന്റെ ഹണിമൂൺ ഡ്രസ് എന്നാണ് ഇവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനിവരെ ചിരിപ്പിക്കാന്നേ കാണിച്ചു തരാൻ പറ്റണില്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ എവിടേക്കൊക്കെ പോയി. പിന്നെ ഇങ്ങനെ പെയറായിട്ട് വരുന്ന പാൻറ്റീസ് ഉണ്ടല്ലോ, ഇങ്ങനെ കളർ ചേഞ്ച് വരുന്ന ഹണിമൂൺ ഡ്രസ്. ഹണിമൂൺ ഡ്രസ് ഒക്കെ ഇവിടെ കിട്ടുന്നത് 400 ഉള്ളൂ. സംതിങ് ഉള്ളു, 400 സംതിങ് ഉള്ളൂ. കേട്ടില്ലേ, 400 സംതിങ് രൂപയുള്ളൂ. ഇത് കുറെ, ഇതിന്റെ കാലത്ത് പോലും സംഭവങ്ങൾ വേറെ കുറെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ വേറെ എന്തൊക്കെ തോന്നും. അപ്പൊ ഇതാണ് കുട്ടികളെ നമ്മുടെ ഇവിടെ പട്ടിക്കാട് ലാലീസിന്റെ അടുത്തുള്ള. യാദൃശികമായിട്ട് ഞാൻ കയറിയപ്പോ ജസ്റ്റ് ഇങ്ങനെ എനിക്ക് ഭയങ്കര കൗതുകകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. മെൻസ്ട്രുവൽ കപ്പ് തൊട്ട് ഈ പറഞ്ഞ പോലെ വെഡിങ് ഹണിമൂൺ ഗൗൺ വരെ ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ അതൊക്കെ പതുക്കെ വീട്ടിൽ പോവാം. ഈ വഴിക്ക് അങ്ങനെ വീട്ടിൽ പോകാം. ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിക്കണം. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് നമ്മുടെ ഡെൽസി ആൻറ്റി കുറച്ച് ദിവസമായല്ലോ എന്നെ കണ്ടിട്ട് എന്ന് പറഞ്ഞ് അന്വേഷിച്ചിറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് വാഴല മുറിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പറമ്പിൽ ഒരുപാട് വാഴലുണ്ട്. ഓണായില്ലേ, ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെ പരിപാടികൾ ഉണ്ടാവുക. കുറേ സദ്യകൾ അടുത്ത ഞായറാഴ്ച നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാഴലയുടെ ഓർഡർ കുറേ ഉണ്ട്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല വില വരും. ഇപ്പോൾ ഈ ഓണസമയമായ കാരണം നല്ല വില വരും. അപ്പോൾ നമ്മളുടെ പറമ്പിൽ ആവശ്യം പോലെ ഇലകളുണ്ട്, കാണിച്ചു തരാം. നമ്മൾ രഘുണ്ട്, പപ്പനാപേട്ടുണ്ട്, അവരുടെയൊക്കെ സഹായത്തോടു കൂടി നമ്മൾ മുറിക്കാൻ പോവാം. നാളേക്ക് നമുക്കൊരു 1650 ഇലയ്ക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ ആ ഇല മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പകുതിയായി മുറിച്ച്, എന്നാലും ബാക്കിയുള്ളത് മുറിക്കാനായിട്ട് ഞാനിപ്പോൾ എത്തിയുള്ളൂ. പോകുന്ന വഴിക്ക് നമ്മുടെ ഓറഞ്ച് മരത്തുമ്മ ധാരാളം ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട്. ചക്ക ഇപ്പോൾ കാണുമ്പോൾ കൊതിയാവുന്നുണ്ടാവില്ല ആർക്കെങ്കിലും. നമ്മുടെ ഇവിടെ എല്ലാ ത്രൂ ഔട്ട് വർഷം ചക്ക കിട്ടും കേട്ടോ. ഈ കുഞ്ഞു കുഞ്ഞു തളിരിലകൾ മുറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പൊതുവെ നമ്മൾ വാഴല മുറിക്കാറില്ല കേട്ടോ, കാരണം അത് വാഴയ്ക്ക് കേടാണ്. പക്ഷെ ഇത് കന്നുമെന്ന് വന്നിട്ടുള്ള വാഴലയാണ്. മെയിനായിട്ടുള്ള വാഴ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കണ്ടോ, അതുമൊന്നും ഒരര പോലും പോയിട്ടുണ്ടാവില്ല. ഇപ്പോൾ രഘുവേട്ടനും പപ്പേട്ടനും കൂടിയിട്ട് മുറിക്കണത് നമ്മുടെ കന്നുമെന്നുള്ളതാണ്. ഇത് വെട്ടിക്കളയാനുള്ളതാണ് കേട്ടോ. ചില സമയങ്ങളിൽ കന്ന് നിർത്താറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കന്ന് വെട്ടിക്കളഞ്ഞ് ഈ ഇലയൊക്കെ മുറിച്ചെടുത്ത് ഓണത്തിനൊക്കെ ഉപയോഗിക്കും. ഭാഗ്യനും മുറിച്ച് കുറച്ച്, ഞാനും മുറിച്ച് കുറച്ച്. എന്ത് സൂപ്പറല്ലേ, കഴുകും കൂടെ വേണ്ട മുതലേ, കഴുകും കൂടെ വേണ്ടെന്ന് പറയാല. വിശാലമായ നമ്മുടെ വാഴത്തോട്ടത്തിൽ നിന്ന് ഇതാ ഭാഗ്യനും എല്ലാവരും കൂടെ ഇലകൾ മുറിച്ചെടുക്കുന്നുണ്ട്. ഒരിലയ്ക്ക് 1 രൂപ, 1.50 അങ്ങനെയൊക്കെയാണ് അത്ര റേറ്റ്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ കറക്റ്റ് റേറ്റ് എങ്ങനെയാണെന്ന്. നമുക്ക് 1500 ഇല, 2000 ഇല അങ്ങനെയൊക്കെ ഓർഡർ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുറിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ കടയിലേക്ക് വരുന്നത് മാത്രം കേട്ടോ, മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കുന്ന പരിപാടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഭാഗ്യൻ്റെ മുണ്ടിലും ഷർട്ടിലും ഒക്കെ കറിയാവണത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അങ്ങനെ വാഴയിലൊക്കെ വെട്ടി നമുക്ക് പതുക്കെ ഒരു ചക്ക ഇട്ടിട്ട് വീട്ടിലേക്ക് പോവാന്ന് വിചാരിക്കാട്ടാ. ഇലമുറി അങ്ങനെ നടക്കുന്നു. ചക്ക കിട്ടി, ചക്കക്കാല അല്ലാത്ത സമയത്ത് ഒരു ചക്ക കിട്ടി. പഴുത്തതാ, കൂട്ടാൻ വയ്ക്കാം അല്ലേ? സാധാരണ മധുരനാരങ്ങ 600 രൂപ കൊടുത്തിട്ട് ഞാനല്ല ഭാഗ്യം നമ്മുടെ ഇവിടെ നിന്ന് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് വിശേഷമാണ് കേട്ടോ. അതേ കണ്ട ഉണ്ടാവുന്നുണ്ട്. അതേ ഓറഞ്ച് വീണിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായ ഓറഞ്ച്
എന്താ അവസ്ഥ എന്നുള്ളത് കഴിച്ചു നോക്കിയിട്ട് പറയാം. മധുരം നിറങ്ങിയെന്നൊക്കെ പറഞ്ഞു. വായിൽ വെള്ളം നിറയുന്നു. പുളിയാവും. പുളിയാണെങ്കിൽ ഞാൻ ജ്യൂസ് അടിച്ച് വെള്ളം കലക്കി തരാം. പുളിയുണ്ട്. ജ്യൂസ് അടിക്കാൻ നല്ലതല്ലേ? അത്ര ഭയങ്കര പുളിയല്ല. വൈകുന്നേരം ആയപ്പോൾ ഇച്ചിരി നേരം ഭാഗ്യനെയും കൊണ്ട് വർക്കൗട്ടിന് പോയിട്ടോ. ഈ LKG പിള്ളേരെ നമ്മൾ അംഗനവാടിയിലാക്കില്ലേ, ആ ഒരു മോഡാണ് ഭാഗ്യന്. വർക്കൗട്ടിന് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും ഞാൻ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുപോകും, ഞാനും കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ദിവസങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്തോരം ദൈർഘ്യം കുറവായിട്ടാണെന്നറിയോ ഫീൽ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകുമ്പോൾ നമ്മുടെ ദിവസങ്ങൾ ഭയങ്കര ചെറുതായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ചേട്ടന്മാരോടൊക്കെ വർത്താനം പറഞ്ഞ് അതുപോലെ തന്നെ ഭാഗ്യൻ്റെ കൂടെ കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്ത്, ഭാഗ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെറിയ രീതിയിൽ വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴാണ് കുറച്ച് കായ വറക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. കുറച്ച് പണികളൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു, പാത്രം കഴുകലൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ചപ്പോൾ നമ്മുടെ കായ വറക്കൽ ദൗത്യം അങ്ങോട്ട് ഏറ്റെടുത്തു ഞാൻ. പിന്നെ 2-3 വറക്കുന്നുള്ളൂ കേട്ടോ. ഒരു ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം കായ വെട്ടുന്ന വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, ശ്രീ ജൈവമാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കായക്കൊല കൊണ്ടുവന്ന് താഴെയുണ്ട്. അപ്പോൾ ഇത് ചാകി പിടിച്ച് എറണാകുളം വരെ പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് കായ വറുത്തതാവാമെന്ന് വിചാരിച്ചു. പഴം ഉണ്ട് കേട്ടോ. പഴം പിന്നെ എല്ലായിടത്തും കിട്ടണതല്ലേ എന്ന് തോന്നി. ഇത് നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിന്ന്, അതായത് നമ്മുടെ എന്താടാ ഹരിതയിൽ നിന്ന്, നമ്മുടെ മറ്റേ പച്ചക്കറി കട ഉണ്ടല്ലോ, അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന റംബൂട്ടാനാണ്. അപ്പോൾ റംബൂട്ടാൻ നല്ല രസമുണ്ടായിരുന്നു. 240 രൂപയെങ്ങാണ്ടാണ് കിലോന്. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തിട്ടും റംബൂട്ടാൻ്റെ മധുരമൊന്നും കുറഞ്ഞിട്ടുണ്ടായില്ല. ഈ കുരുവ് പിടിക്കാത്ത രീതിയിലുള്ള റംബൂട്ടാനില്ലേ, ഭയങ്കര ഫ്ലഷി ആയിട്ടുള്ളത്, അതായിരുന്നു. അതൊക്കെ കഴിച്ച് 2-3 വായിലിട്ട് ശ്രീകുട്ടനും ഭാഗ്യനൊക്കെ കൊടുത്ത് പെരുവിൻ്റെ എല്ലാം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. കുളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുളിച്ചിട്ടുണ്ടെങ്കിൽ ദേഹം ചൊറിയില്ല, അത്ര അലർജിയൊക്കെ മാറും. നമ്മുടെ ശ്രീദേവി ഡോക്ടർ ഉണ്ടല്ലോ, ശ്രീ ഭഗവതി മാഡം, ആള് പറഞ്ഞു തന്ന ടെക്നിക്കാണ്. അപ്പോൾ ഭാഗ്യം അങ്ങനെ കുളിക്കുന്നിപ്പോൾ. അപ്പോൾ ഭാഗ്യൻ അത് എന്നും വൈകുന്നേരവും രാവിലെയും ഒക്കെ ഇതുപോലെ പെരുവിൻ്റെ ഇല ഇട്ടിട്ട്, പെരുവിൻ്റെ ഇല നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്തോളോട്ടാ. അതിട്ടിട്ട് വെള്ള പൂവുണ്ടാവും അതുമ്മേ, അതിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ കായ വറക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം വെളിച്ചെണ്ണയിലാണ് വറക്കണത്. പൊതുവെ നമ്മുടെ ഓയിലിൽ വറക്കുന്ന കായയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് ചെറിയൊരു കുത്ത് വരില്ല. പക്ഷേ ഇന്ന് ഞാൻ വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് വറക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് മാത്രമല്ലല്ലോ കഴിക്കേണ്ടത്, നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ എപ്പോഴും. അങ്ങനെ ഏതോ ഒരു കഥയും കേട്ട് നമ്മുടെ എളുപ്പപ്പണിയായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ വെച്ചിട്ടുണ്ടാണ് നമ്മുടെ ചോപ്പറിൽ എന്തെങ്കിലും സ്ക്രാപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. എനിക്ക് കായ വറക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 5 മിനിറ്റിൻ്റെ പരിപാടിയാണ് കേട്ടോ. എല്ലാവരും പറയാറുണ്ട് കായൊക്കെ വറക്കാനായിട്ട് ഭയങ്കര പണിയല്ലേന്ന്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവണ ഒരു സമയം മാത്രമേ വേണ്ടൂ. പിന്നെ ആ തൊലി പൊളിക്കുക, ഒന്ന് വെള്ളത്തിലോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി വെള്ളത്തിലോ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതൊന്ന് തുടച്ചെടുത്ത് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ഇതിനെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഈ സ്ലൈസർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കണ്ട, എല്ലാ കായകളും ഒരേ വലുപ്പത്തിൽ, അല്ലാതെ എല്ലാ സ്ലൈസുകളും ഒരേ വലുപ്പത്തിൽ കിട്ടും. പിന്നെ കുറച്ച് ഉപ്പുവെള്ളം ഒഴിക്കുന്നു, നമ്മൾ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുന്നു, നമ്മുടെ കായ വറുത്തത് കോരിയെടുക്കുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളൊക്കെ അടിപൊളിയാണ്. കാരണം അത്രയും നൈസായിട്ടാണ് നമുക്ക് കിട്ടുക, നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കായ വറക്കൽ മഹാമഹം. അത് വെറും 15 മിനിറ്റ് കൊണ്ട് തീർന്നു കേട്ടോ. ഞാൻ ആകെ 3 കായ വറുത്തുള്ളൂ. കായയുടെ വലിപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ലേ, അല്ലെങ്കിൽ കായ വറുത്തതിൻ്റെ ആ വട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കായ നല്ല വലുപ്പമുള്ളതായിരുന്നു എന്ന്. കായ അത്യാവശ്യം നല്ല രീതിക്ക് വലുപ്പമുള്ളതായിരുന്നു കേട്ടോ. എനിക്ക് വലിയ കായ കാണുമ്പോൾ ഈ വറക്കാനുള്ള ഒരു ത്വര കൂടും. കുറച്ചും കൂടി വലിയ ഉരുളിയിലൊക്കെ വറക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും, ഒന്നൊന്നും പൊട്ടാത്ത രീതിയിലും തട്ടാത്ത രീതിയിലും ഒക്കെ കിട്ടും. പിന്നെ ഒരു 3 കായ വറക്കണമെങ്കിൽ നമുക്ക് കൂടി വന്നൊരു 15 മിനിറ്റ്, അതിലും കൂടുതൽ വേണ്ടിയേ വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ശർക്കര വരട്ടിയും ഒക്കെ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പെലയുണ്ടെന്ന്, ഇവിടെ ഇളയച്ചൻ്റെ വൈഫ് മരിച്ചിരിക്കുകയാണ്. അത് കാരണം നമ്മളൊന്നും ഓണവും ഇതുപോലെ പണ്ടൊന്നും ഇതുപോലെ ഒന്നും ഉണ്ടാക്കുകയും കൂടി ഇല്ലായിരുന്നു. പക്ഷേ കാലം ഒരുപാട് അപ്ഡേറ്റഡ് ആയില്ലേ, നമ്മളും അപ്ഡേറ്റഡ് ആവണ്ടേ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു ചിന്ത വരും. മാത്രമല്ല ഈ അടുത്ത പോലെ നമ്മൾ ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്ത വേറെയും വരും. അത് കാരണം കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുകയും ചെയ്യും, എന്നാൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അങ്ങനെ നമ്മുടെ കായ വറുത്തത് വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിലെ സെറ്റായിട്ടുണ്ട് കേട്ടോ.
കായ വറുക്കുക, ശർക്കരപ്പുരി ഉണ്ടാക്കുക, പുളിഞ്ചി ഉണ്ടാക്കുക, അച്ചാർ ഉണ്ടാക്കുക, പൂത്തറ ഉണ്ടാക്കുക, തൃക്കാക്കരപ്പന ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്താലാണ് എനിക്ക് ഓണമായെന്ന് തോന്നുള്ളൂ കേട്ടോ. ഇക്കാലം ഇതൊന്നും ചെയ്യാത്ത കാരണം കൊണ്ട് ഓണത്തിനൊരു ഉഷാറില്ല. എന്നാലും കടയിലേക്ക് പോയി തുടങ്ങുമ്പോൾ എല്ലാവരും കൂടുമ്പോൾ ഒരു ഓണം വൈബൊക്കെ വരും. പിന്നെ കുറച്ച് ദിവസമായി നമ്മൾ കുളിയും ജപമൊക്കെ നടത്തിയിട്ട് തല നനയ്ക്കൽ ഇപ്പോൾ ആകെ ഒരു വട്ടം നനച്ചിട്ടുള്ള മുടി വെട്ടിയപ്പോൾ അപ്പോൾ ഇത് പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീട്ടിൽ ഓണം എവിടം വരെ എത്തിയെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.